ടുഡേ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡെയിലി ബ്രെഡ് ധാരാളം പേർക്ക് അനുഗ്രഹമാണ് കേൾക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം മത്തായിയുടെ സുവിശേഷം 7:9 മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? കൊടുക്കുന്ന നിങ്ങളിൽ ആരുണ്ട്? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ടയിൽ തേളിനെ കൊടുക്കുമോ? നിങ്ങൾ ദോഷികളാണ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗ്യനായ പിതാവിനോട് ചോദിച്ചാൽ, അപേക്ഷിച്ചാൽ എത്ര അധികം. കർത്താവ് എപ്പോഴും ഓരോ കാര്യങ്ങൾ കമ്പയർ ചെയ്താണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയെ കൂട്ടി വെക്കുന്നില്ല, താമരയെ നോക്കുവീൻ, നൂൽക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല. എന്നിട്ടാണ് പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കൂ. മക്കളെ ചിലപ്പോൾ ഇല്ലെന്ന് പറയുമായിരിക്കും. മീൻ ചോദിച്ചാൽ ഉടനെ പാമ്പിനെ പിടിക്കാൻ പോകും. അപ്പം നമ്മൾ ദോഷികളെന്ന് പറഞ്ഞാൽ ആദമിൻ്റെ തലമുറയാണ്. പാപജടത്തിൽ, അതായത് ജനിച്ചവരാണ് നമ്മൾ. സങ്കീർത്തനക്കാരൻ പറയുന്ന എൻ്റെ അമ്മ എന്നെ പാപത്തിൽ ഗർഭം ധരിച്ചു. അപ്പം നമ്മൾ ആ ഒരു തലമുറകളാണ്. എന്നാൽ യേശുവിൻ്റെ രക്തത്താലാണ് നാം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ പാപശരീരം മണ്ണിനോടടിഞ്ഞ് മൺമയൻ്റെ ശരീരം ഉരിഞ്ഞു കളഞ്ഞ് നാം സ്വർഗീയൻ്റെ ശരീരം ധരിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, ആ ദോഷികളായ നമ്മൾ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നെങ്കിൽ അല്ലേ, നമുക്ക് ഏറ്റവും നല്ലതൊക്കെ കൊടുക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചാൽ എത്ര അധികം നന്മതര അനുഗ്രഹവും. വേറൊരു വേഷനിൽ ലൂക്കോസ് പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരാൻ. അപ്പം അങ്ങനെയാണ് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ശരിയാ. മാതാപിതാക്കൾ പറയും, ഞാനൊരു പിതാവ് ഇല്ല, ഞാൻ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ലഭിക്കുന്ന നന്മകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, അവരെ സന്തോഷം അനുഭവിക്കണം. ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്നൊക്കെ മാറ്റപ്പെടുന്ന മക്കളെ ദാസ്ഥാനപ്പെടണം. അങ്ങനെയാണ് സ്വർഗീയ അപ്പച്ചൻ. എത്ര അധികം, ആമേൻ. എത്ര അധികം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വിചാരങ്ങൾ തന്നെ വചനം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. അപ്പം അങ്ങനെയാണ് അവൻ്റെ വിചാരങ്ങളും വഴികളും നമ്മളിൽ നിന്ന് അത്രയും വിഭിന്നമാണെങ്കിൽ ആ ദൈവം നമുക്ക് തരുന്നത് എന്തായിരിക്കും? അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനത്തവണ്ണം, അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി. അതാണ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത പത്രോസിൻ്റെ പടക് മാത്രമല്ല, മറ്റുള്ളവരുടെ പടക് കൂടെ നിറയ്ക്കുന്നു. 5 അപ്പം നുറുക്കിയിട്ട് 5000 പുരുഷന്മാരെ കൂടെ സ്ത്രീകളും കുട്ടികളും കഴിക്കുക മാത്രമല്ല, 12 കോട്ട. അതേ ദൈവം ഇന്ന് പകല് നിങ്ങൾക്കിത് സന്ദേശമാണ്. ആ നല്ലവനായ ദൈവത്തിൻ്റെ അടുക്കലും അവൻ്റെ അടുക്കൽ വരുമ്പോൾ മനസ്സ് പുതുക്കി ആ വലിയവനായ ദൈവത്തിന് ധാരാളം ദാനങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ട്. ആ വിശാലതയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ അളവില്ലാതെ അവൻ നന്മ തരും. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവമേ, അങ്ങനെ ഏതെങ്കിലും മനഭാരത്തിൽ ഭാരപ്പെടുന്ന വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം അവരുടെ ഹൃദയത്തിൽ വലിയൊരു സമാധാനവും ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് കൊടുക്കണമേ. ആമേൻ.